അശുദ്ധി സംഭവിച്ചാൽ നാഗം അപ്പം വരും. അതായത് നമുക്ക് എന്തെങ്കിലും അശുദ്ധി നമുക്ക് നേരിട്ട് വരും. അതേപോലെ അശുദ്ധി ഉള്ളവർ ഇവിടെ വന്നാൽ അവർക്ക് അപ്പം ക്ലോസ് ആയിട്ട് കിടക്കും. അപ്പൊ എന്താ വെച്ചാൽ പണ്ട് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അകത്തേക്ക് എപ്പോഴും അവിടെ വീണ് കിടക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അശുദ്ധി ഉള്ള ഒരാൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ മരത്തിടുമ്പോ മറ്റേ ആളെ കിടക്കുന്നത്, അതേപോലെ നിഷേധിച്ചാലും കിടക്കും. അതെ അല്ലേ. നമസ്കാരം, സുധീഷ് അമ്പശ്ശേരിയാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് പ്ലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിനാണുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും തോന്നുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുമാതിരി മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം. ഓക്കെ. ഇതാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് നിന്നും 5 കിലോമീറ്ററോളം വന്നാൽ പുലാപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മോക്ഷത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം. 2011 സ്വർണ്ണാരൂഢ പ്രകാരം ഈ ക്ഷേത്രത്തിന് 3000 വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ 3000 വർഷം മുമ്പ് നടന്ന യാഗഭൂമിയിലെ ഹോമകുണ്ടങ്ങളിലാണ് എന്നും പറയപ്പെടുന്നു. പുറത്ത് നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ചിത്രകൂടങ്ങൾ, ദേശനാഗങ്ങൾ എന്നിവയും തെക്കേ കിഴക്കേ മൂലയ്ക്ക് വേട്ടേക്കരനയും തെക്കേ പടിഞ്ഞാറേ മൂലയിൽ ബ്രഹ്മരക്ഷസും അതിനടുത്തായി സുബ്രഹ്മണ്യ സമേത നാഗങ്ങളുമുണ്ട്. ചുറ്റമ്പലവും ക്ഷേത്രവും 1500 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ക്ഷേത്ര പരിസരത്തുണ്ട്. ഭൂപരിഷ്കരണ നിയമത്തിനു മുമ്പ് 16,000 പറ നെല്ല് ഇവിടെ പാട്ടം കിട്ടിയിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ പുലാപ്പറ്റ കുതിരവട്ടം സ്വരൂപത്തിന്റെ കീഴിലാണ്. ഇവിടെ വന്ന് നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചതെന്തും സാധ്യമാവുമെന്ന് വിശ്വാസികൾ പറയുന്നു. ഏറ്റുകൊള്ളണി സങ്കടങ്ങളൊക്കെയും സദാശിവ. ഏഴര പൊന്നാനമേൽ ഇരുന്നു ദർശനം തരൂ. ഏറ്റുകൊള്ളണി സങ്കടങ്ങൾ. എല്ലാ നാളുകാർക്കും പുരാണങ്ങളിൽ പറയുന്ന വൃക്ഷത്തൈ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഈ ക്ഷേത്രം. നിത്യാനന്ദപ്രദായക. ഓം നമോ നമഃ ശിവായ. നീലകണ്ഠ നിരാമയ നിർമ്മല സ്വരൂപ നിത്യാനന്ദപ്രദായക. ഓം നമോ നമഃ ശിവായ. വിശ്വനാഥ മഹേശ്വര ഗൗരീശ്വര മനോഹര. ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. വിശ്വനാഥ മഹേശ്വര ഗൗരീശ്വര മനോഹര കൈലാസനാഥ പാഹി മാം. ഓം നമോ നമഃ ശിവായ. ശങ്കര സദാശിവ. ഏഴക്കാട് കുന്നപ്പള്ളിക്കാവിൻ്റെ അടുത്തുള്ള കുറേ ആളുകളെ നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിൽ കണ്ടു. അപ്പം നമുക്ക് അവരിവിടുത്തെ സ്ഥിര ആളുകളാണോ വരുന്ന ആളുകളാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം. എവിടെ മറ്റേ കുന്നപ്പള്ളിക്കാവ് അല്ലേ, കോങ്ങാട് പോണ വഴിക്കുള്ളത്, പാലക്കാട് പോണ വഴിക്കുള്ള കുന്നപ്പള്ളിക്കാവ്. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? 2-3 മാസമായി. ഇവിടെ ഈ അമ്പലത്തിൽ വന്നപ്പോൾ കുറേ അമ്പലങ്ങൾ നമ്മൾ പോകാറുണ്ട്. ഈ അമ്പലത്തിൽ വന്നപ്പോൾ നമുക്ക് ഒരു തോന്നിയ പ്രത്യേകത എന്താ? നമുക്കിവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പ്രതിനിധി കിട്ടാറ്. എവിടെ ഇറങ്ങിയാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഒരു പ്രത്യേക പോകും കിട്ടാറുണ്ട്. പക്ഷെ ഇല്ലാന്നില്ല. പക്ഷെ അതിൽ കൂടുതൽ ഇവിടെ വരുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച മംഗല്യ പൂജയ്ക്ക് കൊടുത്ത 3 പൂജ ആകുമ്പോഴേക്കും കല്യാണം നടക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇപ്പൊ വന്നത്. ഇനിയിപ്പോ നമുക്ക് എല്ലാവരും കുടുംബക്കാരാണ്, കുടുംബമാണ്. ഒന്നിച്ച് എല്ലാവരും കൂടി ഇപ്പൊ കല്യാണം നടന്ന സന്തോഷത്തിൽ എല്ലാവരും കൂടി വന്നതാണ്. മക്കളും കൂടി രണ്ടു കൂട്ടർ അറിഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നതല്ല. നമസ്കാരം. നമസ്കാരം.
അപ്പം ഞാൻ മറ്റേ ഈ കൃഷ്ണപേരാൽ എന്ന് പറയുന്ന ഈ മരം എന്തോ ഭയങ്കര പ്രത്യേകതകളുള്ള ഒരു മരമാണ്. പേരാന്ന് പറഞ്ഞാൽ കൃഷ്ണന് വെണ്ണ കോരി കൊടുത്ത ഒരു ഇലയാണത്. അതിന് അപൂർവ സസ്യമാണ്. ഇത് വെച്ചിട്ട് പല സസ്യങ്ങൾ എവിടെയും കാണാൻ പറ്റാത്തൊരു സസ്യമാണ് കൃഷ്ണപേരാ പറഞ്ഞത്. കൃഷ്ണന് വെണ്ണ കോരി കൊടുത്ത ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ ദേവദേവേശ നമോ ചന്ദ്രശേഖര നമോ. ഓം നമോ നമ ശിവായ നീലകണ്ഠ നിരാമയ നിർമ്മല അതേമാതിരി അമ്പലത്തിന്റെ പഴക്കവും ഇവിടെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ രാജേട്ടൻ നമ്മളോട് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. പുലാപ്പറ്റ മോക്ഷത്തെ അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ പൗരാണികമായ ഒരമ്പലമാണ്. 3000 വർഷമാണ് ഇതിന് സ്വർണ്ണ ആരൂഢ പ്രകാരം പഴക്കം കൽപ്പിച്ചിരിക്കുന്നു. ഇവിടം യാഗഭൂമി ആയിരുന്നു. ആ യാഗഭൂമിയിലെ യാഗകുണ്ഡത്തിലാണ് ഈ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ളത്. ശിവപാർവതി, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ, പൂർണ്ണ, പുഷ്കല, കിരാതമൂർത്തി എന്നിവ ഒരു ചുറ്റമ്പലത്തിലാണ് ഉള്ളത്. പുറത്ത് നാഗദൈവങ്ങൾ, നാഗേക്ഷി, നാഗകന്യക, ഭൂതനാഗങ്ങൾ, ദേശനാഗങ്ങൾ. അതിനപ്പുറം വേട്ടേക്കരങ്കാവ്. വേട്ടേക്കരങ്കാവ് ഈ ക്ഷേത്രത്തിലെ അംഗരക്ഷകനായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും അദ്ദേഹമാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് അപ്പുറത്ത് മുണ്ട്യൻ, ചാമുണ്ടി, കയറ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. അവരും ഈ ക്ഷേത്രത്തിൻ്റെ കീഴായ്മയിൽ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ധൈര്യവും അതുപോലെ തന്നെ ഊർജസ്സും തേജസ്സും നൽകുന്ന ഒരു ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ള കയറൻകാവ്. ഉള്ളിലുള്ള ശിവപാർവതിമാര് അവർക്ക് പ്രധാനപ്പെട്ട വഴിപാട് 3 മംഗല്യപൂജ, ഒരു നാഗപൂജ, ഒരു സർപ്പബലി, 108 കുടം ആട്. ഈ പാർവതിക്ക് പ്രതിഷ്ഠ ഉണ്ടോ അവിടെ? പ്രതിഷ്ഠ ഒന്നിച്ചാണ്, സങ്കല്പമാണോ? പാർവതി ഒന്നിച്ചുള്ള പ്രതിഷ്ഠയാണ്. ആ ശരി. അത് ഞങ്ങൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരു 2 മഹാദേവന്റെ 2 ഇതുള്ള പോലെ തോന്നിയ ഓവിന്റെ കണ്ടപ്പോ ഒറ്റ പ്രതിഷ്ഠ. മറ്റേ ശിവപാർവതി വടക്കേ ശിവൻ, വടക്ക് ഭാഗത്താണ് അത്, പൊക്കത്താണ് ഗണപതി. അപ്പൊ ഇതില് മംഗല്യഭാഗ്യം, വിവാഹ ദർശനം, കുടുംബൈക്യം എന്നിവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 3000 വർഷം യാഗഭൂമി. ആ യാഗഭൂമിയിൽ പ്രതിഷ്ഠ നടത്തിയത് വന്നിട്ട് 1500 വർഷങ്ങൾക്ക് ശേഷം. കാരണം പണ്ട് ഋഷിവര്യന്മാർക്ക് ഏത് രൂപമാണോ അത് മനസ്സിൽ ആവാഹിക്കാനുള്ള കഴിവുണ്ട്. പിന്നീടാണ് ബിംബം കണ്ടാലെയാണ് ഇന്ന ദൈവം എന്ന് ധനിക്കാൻ പറ്റുന്നത്. വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ 700 വർഷമാണ് ഈ സ്ട്രക്ചർ. 700 വർഷത്തെ പഴക്കം ഈ സ്ട്രക്ചറിനുണ്ട്. അതിന്റെ മുമ്പേ ഓട്, ചില്ലോട് അങ്ങനെയുള്ള നിർമ്മിതികളല്ല. ഇവിടെ ഏറ്റവും വലിയ ആഘോഷം ശിവരാത്രി തന്നെ ആയിരിക്കും. ശിവരാത്രി ഉണ്ട്, കന്നിമാസത്തിലായിട്ടുണ്ട്, നാഗപൂജ, ഗംഭീരം 2 ദിവസമായിട്ട് പാതിരിക്കുന്നവരാണ് ചെയ്യണം. ശ്രീകോവിലെ തന്ത്രി ഹരിമംഗലം ബ്രഹ്മശ്രീ നാരായണൻ. അതുപോലെ മറ്റേ മത്തവിലാസംഭവത്ത് ഇരിങ്ങാലക്കുട മറ്റേ നമ്മുടെ ഡോക്ടർ അനീഷ് കക്കേരും സംഭവം. ശിവ ദേവദേവേശ നമോ ചന്ദ്രശേഖര നമോ. ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ